നമസ്കാരം. ഈ സിംഹത്തിനെ അതിന്റെ മടയിൽ പോയി നേരിടുക എന്നൊരു ചൊല്ലുണ്ടല്ലോ, ആ രീതി അക്ഷരാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ കാരണം ഈ ബഹിരാകാശ രംഗത്ത് അല്ലെങ്കിൽ ബഹിരാകാശ ഇന്റർനെറ്റ് രംഗത്ത് മുടിചൂടാ മന്നനാണ് നമ്മുടെ അമേരിക്കക്കാരൻ എലോൺ മസ്ക്. അദ്ദേഹത്തിന്റെ കമ്പനിയായ സ്പേസ് എക്സ് അല്ലെങ്കിൽ ഈ രീതിയിൽ ഇന്റർനെറ്റ് സംവിധാനം അവര് നടപ്പിലാക്കപ്പെടുന്ന സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അതിനെ വെല്ലുവിളിക്കുക എന്നുള്ള ഒരു പരിപാടി ഇപ്പോൾ ഇന്ത്യ തുടങ്ങിയിരിക്കുന്നു. അത് ഒരു സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. അതിനെ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ റിലയൻസ് ആണ്. റിലയൻസിന്റെ ജിയോ സാറ്റലൈറ്റ് പദ്ധതി ഒരു പക്ഷേ ചില തൽപര കക്ഷികൾ ഒരു കുത്തക മുതലാളി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഇത് നമ്മുടെ രാജ്യ താല്പര്യത്തിന് വളരെ പിന്തുണയ്ക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട്, അഭിമാനപൂർവ്വം പറയാവുന്ന സംഗതി ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ജിയോ സാറ്റലൈറ്റ് പദ്ധതിക്ക് നമ്മളിപ്പോൾ ഔദ്യോഗികമായ അംഗീകാരം അല്ലെങ്കിൽ അനുമതി നൽകിക്കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താണ് സംഭവം എന്ന് പറഞ്ഞു തരാം. ബഹിരാകാശത്ത് നിന്ന് അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരുവിധപ്പെട്ട എല്ലാവരും ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വലിച്ച കേബിൾ വഴിയോ അല്ലെങ്കിൽ ഫോൺ മുഖേന, അതായത് ടവറുകൾ മുഖേനയോ ആണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്. ചിലയിടത്ത് അതിന് വേഗത ഉണ്ടാകും, ചിലയിടത്ത് വേഗത കുറവായിരിക്കും. അത് അവിടുത്തെ ഭൗതിക സാഹചര്യം അനുസരിച്ചിരിക്കും. എന്നിരുന്നാലും ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 5 തൊട്ട് ഒരു 10 മിനിറ്റ് വരെ വേണം എന്നാണ് ഏകദേശ കണക്ക്, എത്ര വലിയ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഇന്റർനെറ്റ് സംവിധാനം ഉണ്ടെങ്കിൽ. എന്നാൽ ഒരു ഞൊടി കൊണ്ട് ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യുന്ന തരത്തിൽ ഇന്റർനെറ്റിന്റെ വേഗത വർദ്ധിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അതാണ് ഈ ബഹിരാകാശ ഇന്റർനെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കാൽവെപ്പിലേക്കാണ് ജിയോ ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇപ്പോൾ ലക്സംബർഗ് ആസ്ഥാനമായ SES എന്ന കമ്പനിയുമായി ചേർന്നാണ് ജിയോ ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ജിയോയുടെ ഒരു പശ്ചാത്തലം നമുക്കറിയാമല്ലോ. നമ്മുടെ നാട്ടിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി തന്ന ഒരു കമ്പനിയാണ് ജിയോ നെറ്റ്വർക്ക്. അതിനുശേഷമാണ് ആ രംഗം മത്സരാധിഷ്ഠിതമായത്. ഇപ്പോൾ സാധാരണക്കാർക്ക് പോലും ഇന്റർനെറ്റ് സേവനം പ്രാപ്തമാകുന്ന തരത്തിൽ നമ്മുടെ രാജ്യം എത്തപ്പെട്ടതിൻ്റെ കാരണം ജിയോ തുടങ്ങി വെച്ച ആ ഒരു തരംഗമാണ്, ആ ഒരു വിപ്ലവമാണ് എന്ന് നിസ്സംശയം പറയാം. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു തുടർച്ചയായിട്ടാണ് ഈ പറയുന്നത്. ഇനി ഈ പറയുന്ന ബഹിരാകാശ സാറ്റലൈറ്റ് വഴി ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് 1600ഓളം ചെറിയ കുഞ്ഞൻ സാറ്റലൈറ്റുകളെ നമ്മുടെ ലോവർ എർത്ത് ഓർബിറ്റിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന സംഗതി. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മുഴുവൻ ഒരു കവറേജിന് കീഴിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിലവിൽ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ കേബിളുകൾ വലിക്കാനോ ബുദ്ധിമുട്ടുള്ള ചില പർവ്വത മേഖലകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ലഡാക്ക് പോലെയുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചില ദ്വീപുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ലക്ഷദ്വീപ് അല്ലെങ്കിൽ ആൻഡമാൻ, ഇതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി സുഗമമായി കിട്ടാൻ ചില പ്രായോഗിക തടസ്സങ്ങളുണ്ട്. അവിടെ അത്തരം സ്ഥലങ്ങളിൽ വളരെ വേഗതയുള്ള ഇന്റർനെറ്റ് സംവിധാനം കിട്ടുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന സംഗതി. ഇപ്പൊ നിലവിൽ ഞാൻ പറഞ്ഞു 1600ഓളം ചെറിയ സാറ്റലൈറ്റുകളെ നമ്മുടെ ബഹിരാകാശത്ത് നിക്ഷേപിക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇലോൺ മസ്ക് ഈ കാര്യത്തിൽ മുടിയൂടാ മന്നാണെന്നും പറഞ്ഞു. കാരണം ഇലോൺ മസ്ക് ഏതാണ്ട് 10800ഓളം സാറ്റലൈറ്റുകളാണ് ഇതിനോടകം വിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അജഗജാന്തര വ്യത്യാസമുണ്ട്. പക്ഷെ ഇതൊരു തുടക്കം മാത്രമായിട്ട് കരുതുക. അപ്പോൾ ഈ പറയുന്ന കമ്പനിക്ക്, ജിയോയുടെ ഈ കമ്പനിക്ക് നമ്മുടെ ഇൻസ്പേസ് എന്ന് പറയുന്ന നമ്മുടെ ഇതിന് അംഗീകാരം നൽകുന്ന അതോറിറ്റി അനുമതി നൽകിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് എന്താണ് ഇൻസ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ISROയുടെ തന്നെ മറ്റൊരു ഒരു ഉപവിഭാഗമാണ്. അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലുള്ള ബഹിരാകാശ സംരംഭങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തുക, അവരുടെ സിഗ്നലുകൾ മറ്റ് സിഗ്നലുകളുമായിട്ട് കൂടിക്കുഴയുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യത്തെ നിലവിലെ നിയമങ്ങളും അനുശാസനകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ഏജൻസിയാണ് ഇൻസ്പേസ്. അപ്പോൾ ജിയോയുടെ ഈ പ്രൊജക്റ്റിന് ഇൻസ്പേസ് അംഗീകാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പഴയ ഒരു കാര്യത്തിലേക്ക് പോകാം. നമ്മുടെ കാർഗിൽ യുദ്ധസമയത്ത് നമുക്ക് ആ മലമടക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ GPS എന്ന ആ ഒരു സംവിധാനം, ആ ഒരു സാറ്റലൈറ്റ് സംവിധാനമാണ്, അതിൻ്റെ ഒരു സേവനം നമ്മൾ തേടിയിരുന്നു. പക്ഷേ അമേരിക്ക അത് നൽകിയില്ല. പക്ഷേ ആ സമയത്ത് ഇസ്രയേൽ നമ്മുടെ സഹായത്തിന് വന്നു, നമ്മൾ ആ യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്തു.
പിന്നീട് നമ്മൾ സ്വന്തമായി ഇത്തരം നിരീക്ഷണ സംവിധാനങ്ങൾക്ക് വേണ്ടി നാവിക് എന്ന പേരിൽ സാറ്റലൈറ്റ് ശൃംഖല സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ നാവിക്കിനും അതിൻ്റെതായ പരിമിതികളുണ്ട്. അതിൽ ചില സാറ്റലൈറ്റുകൾ ഇപ്പോൾ പൂർണ്ണ പ്രവർത്തന സജ്ജമല്ല എന്നും പറയുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ജിയോയുടെ ഈ സംരംഭം ശ്രദ്ധേയമാകുന്നത്. ഇത്തരത്തിൽ നിരീക്ഷണ അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ നമ്മുടെ രാജ്യത്തുടനീളം ഏതാണ്ട് 1600ഓളം, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല കേട്ടോ, നമ്മുടെ രാജ്യത്തിന്റെ ചില അയൽ രാജ്യങ്ങളിലും ഇതിന്റെ, അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിൽ മുഴുവനായിട്ട് ഇതിന്റെ ഒരു സേവനം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സംഘർഷ സാധ്യത ഉണ്ടാകുമ്പോൾ ഈ സാറ്റലൈറ്റുകളുടെ സേവനം നമ്മുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കും കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എലോൺ മസ്കിന്റെ സ്പേസ് എക്സിന് ഒരു വലിയ വെല്ലുവിളിയാണ് ഈ ജിയോ ഉയർത്തുന്നത് എന്ന് തന്നെയാണെങ്കിലും വാസ്തവത്തിൽ ഈ ജിയോയുടെ ഈ സാറ്റലൈറ്റുകൾ ബഹിരാകാശത്ത് എത്തിക്കാനായിട്ടുള്ള ചുമതല ഏറ്റെടുത്തിരിക്കുന്നതും നമ്മുടെ എലോൺ മസ്കിന്റെ കമ്പനിയാണ്. സ്പേസ് എക്സ് എന്ന് പറയുന്ന അവരുടെ റോക്കറ്റ് വിക്ഷേപണ ദൗത്യങ്ങളാണ്. കാരണം നമ്മുടെ ISROയ്ക്ക് ഇത്രയധികം കുഞ്ഞൻ സാറ്റലൈറ്റുകളെ അങ്ങ് ബഹിരാകാശത്ത് ഒറ്റയടിക്ക് എത്തിക്കാനായിട്ടുള്ള സംവിധാനം ഇല്ല. പിന്നെ സ്പേസ് എക്സിന്റെ പ്രത്യേകത, പുനരുപയോഗ സാധ്യതയുള്ള റോക്കറ്റുകൾ അവരുടെ കൈവശമുണ്ട്. നമ്മൾക്ക് ആ രംഗത്ത് നമ്മൾ ചൂട് വയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വിക്ഷേപണം സംബന്ധിച്ചുള്ള ചെലവ് വളരെ കുറവാണ്. കാരണം റീയൂസബിൾ റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ സ്പേസ് എക്സിനെ ആശ്രയിക്കുക അവരെ സംബന്ധിച്ച് അത് ഏറ്റവും സ്വീകാര്യമായ ഒരു സംഗതിയാണ്. അപ്പോൾ നിലവിലെ വിവരങ്ങൾ പ്രകാരം ഒന്നെങ്കിൽ 2026 അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ 2027 ആദ്യമോ ഈ ജിയോയുടെ ഈ സാറ്റലൈറ്റുകളും വഹിച്ചുകൊണ്ടുള്ള ആദ്യത്തെ വിക്ഷേപണം നടക്കും. ഒറ്റ ശ്രമത്തിൽ തന്നെ ഏതാണ്ട് 60 മുതൽ 80 സാറ്റലൈറ്റുകളെ അങ്ങ് ബഹിരാകാശത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ തുടർച്ചയായിട്ടുള്ള വിക്ഷേപണങ്ങൾ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിവേഗ ഇന്റർനെറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മളിപ്പോൾ ചില ഇന്റർനെറ്റ് കണക്ഷന്റെ പരസ്യങ്ങളിൽ അവർ ഇത്ര Mbps വേഗത എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ സംവിധാനം, ഈ സാറ്റലൈറ്റ് അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനമാണെങ്കിൽ അവർ ഓഫർ ചെയ്യുന്ന വേഗത 4.5 ടെറാബിറ്റ്സ് മുതൽ അല്ലെങ്കിൽ TBPS മുതൽ 5 TBPS വരെയാണ് ഓഫർ ചെയ്യുന്നത്. ഇനി എന്താണ് ഇത് തമ്മിലുള്ള അന്തരമെന്ന് പറഞ്ഞു തരാം. ഇപ്പം MBPS ആണെങ്കിൽ സെക്കൻഡിൽ 10 ലക്ഷം ബിറ്റുകളാണ് അല്ലെങ്കിൽ 10 ലക്ഷം ഡാറ്റയാണ് അവർ തരുന്നതെങ്കിൽ TBPS ആ 10 ലക്ഷം എന്നുള്ളത് 1 ലക്ഷം കോടി ബിറ്റുകൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു സിനിമ വേണമെങ്കിൽ ഞൊടിയിടയിൽ ഡൗൺലോഡായി തീരും. അത്രയ്ക്ക് വേഗതയിലാണ് സംഗതി വച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഡയറക്റ്റ് ടു ഡിവൈസ്. സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ടവറുകളെ ആശ്രയിച്ചോ അല്ലെങ്കിൽ കേബിളുകളെ ആശ്രയിച്ചാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന DTH എന്ന് പറയുന്ന നമ്മുടെ ടെലിവിഷൻ കാണാൻ ഉപയോഗിക്കുന്ന സംവിധാനമുണ്ടല്ലോ, കാരണം നേരിട്ട് കസ്റ്റമറിലേക്കാണ് അതിൻ്റെ സിഗ്നലുകൾ വരുന്നത്. ഇതേപോലെ നമ്മുടെ മൊബൈൽ ഫോണിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റ് സംവിധാനം ഏതാണോ സാറ്റലൈറ്റിൽ നിന്ന് നേരിട്ട് അങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന സംഗതി. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം സാധാരണ വീട്ട് ആവശ്യത്തിന് എന്നതിലുപരി വ്യവസായ സംരംഭങ്ങൾക്കും പ്രതിരോധ ആവശ്യങ്ങൾക്കുമാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. ഇനി നിലവിൽ ഈ രംഗത്ത് തീർച്ചയായിട്ടും ഈ സ്പേസ് എക്സ് പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇലോൺ മസ്ക് പോലെയുള്ള സംരംഭകർ ഉള്ളതുകൊണ്ട് അമേരിക്ക തന്നെയാണ് ഈ രംഗത്ത് മുൻപന്തിയിലുള്ളത്. തൊട്ട് കഴിഞ്ഞാൽ ചൈനയാണ്. അത് കഴിഞ്ഞാൽ ഈ ഉപഗ്രഹ ഇക്കോസിസ്റ്റം, അതായത് നമ്മുടെ രാജ്യത്തെ ആവരണം ചെയ്ത് നിൽക്കുന്ന ഒരു ഉപഗ്രഹ സംവിധാനമുള്ള മൂന്നാമത്തെ രാജ്യം മാത്രമായിട്ട് നമ്മൾ മാറും എന്നുള്ളതാണ്. ഇനി എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിനെ അപേക്ഷിച്ച് ചില വ്യത്യാസങ്ങൾ ജിയോയ്ക്കുണ്ട്. അതിൻ്റെ കാരണം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഈ പരിപാടി ആദ്യമായി നടപ്പിലാക്കുന്നതിന് മുൻപ് ഏതാണ്ട് 20-22 ഗ്രൗണ്ട് സ്റ്റേഷനുകൾ ജിയോ സജ്ജീകരിക്കും. അപ്പോൾ സ്റ്റാർലിങ്കും ഇതുവരെയായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സ്റ്റാർലിങ്ക് നേരിട്ട് ഉപഭോക്താവിൽ സാറ്റലൈറ്റ് വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ ജിയോയ്ക്ക് നേരിയൊരു വ്യത്യാസമുണ്ട്. ഈ സാറ്റലൈറ്റ് ഗ്രൗണ്ട് സ്റ്റേഷനുകളുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് 5G സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒന്നെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി അല്ലെങ്കിൽ ടവറുകൾ വഴി ഇത് ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോഴും വേഗതയ്ക്ക് വലിയ കുഴപ്പമില്ല, വലിയ കുറവില്ല. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം, നിലവിലുള്ള റിലയൻസിൻ്റെ ജിയോയുടെ ഫൈബർ പ്ലാനുകൾ ആരംഭിക്കുന്നത് 399 രൂപ മുതൽ ഏതാണ്ട് 999 രൂപ വരെയാണ്. അപ്പോൾ അതുമായിട്ട് ചെറിയ അന്തരമുണ്ടാകും. എന്നിരുന്നാലും സാധാരണക്കാരൻ്റെ പോക്കറ്റിന് ഇണങ്ങുന്ന തരത്തിലുള്ളൊരു പ്ലാൻ ആയിരിക്കും ജിയോ ഇക്കാര്യത്തിലും അവതരിപ്പിക്കുക എന്നുള്ളതാണ് പുറമെ ഇതുവരെ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇത് എന്താണ്
ഇത് തമ്മിലുള്ള നേരത്തെ പറഞ്ഞില്ല സ്റ്റാർലിങ്കുമായിട്ടുള്ള വ്യത്യാസം നേരിട്ട് ഉപഭോക്താവിട്ട് എത്തുന്നതിൽ ഇതിൽ ചെറിയൊരു ഇന്റർമീഡിയറി ഉണ്ട്, ഇതേപോലെയുള്ള ഗ്രൗണ്ട് സ്റ്റേഷനുകളുണ്ട്. പക്ഷേ മറ്റൊരു ഗുണം, നമുക്ക് റിസീവറുകൾ പോലെയുള്ളതൊന്നും വേണ്ടി വരുന്നില്ല. ഇപ്പോൾ സ്റ്റാർലിങ്ക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ റിസീവറായിട്ട് വലിയ സാറ്റലൈറ്റ് ഡിഷുകളൊക്കെ സ്ഥാപിക്കേണ്ടി വരും. അതിന് മാത്രം ഏതാണ്ട് 20,000 രൂപ മുതൽ 30,000 രൂപ വരെ ചെലവ് വരും. ഇനി സ്റ്റാർലിങ്കിൻ്റെ കണക്ഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വേഗതയ്ക്കൊന്നും ഒരു കുറവുമില്ല, പക്ഷേ അതിന് പ്രതിമാസ നിരക്ക് ഏകദേശം കണക്കാക്കുന്നത് 3,000 മുതൽ 10,000 രൂപ വരെയാണ്. പക്ഷേ രാജ്യത്ത് സ്റ്റാർലിങ്കിൻ്റെ സേവനം അത് വാണിജ്യാടിസ്ഥാനത്തിൽ ഇവിടെ സേവനം നൽകാനായിട്ടുള്ള അനുമതികൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വന്നിട്ടില്ല. ഏകദേശം അവരുടെ സേവന നിരക്കാണ് പറയുന്നത് 3,000 മുതൽ 10,000 രൂപ വരെ ചെലവ് വരും. പക്ഷേ ഇന്റർനെറ്റ് സേവനം വേഗതയിൽ ആഗ്രഹിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു നിരക്കായിട്ട് തോന്നുന്നുമില്ല. എന്നാൽ വീടുകളിൽ വ്യക്തിഗത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് ജിയോയുടെ ഈ ഒരു സംവിധാനം വളരെ മികച്ച ഒരു ഓപ്ഷനായി തീരും. അതായത് ഇനി ഒരു 1-1.5 വർഷം കഷ്ടിച്ച് കാത്തിരുന്നാൽ ജിയോയുടെ സേവനങ്ങൾ നമ്മളെ തേടി എത്തും എന്നുള്ളതാണ്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പരീക്ഷണാടിസ്ഥാനത്തിൽ ജിയോ ഈ സേവനം നൽകി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പൂർണ്ണതോതിലല്ല, പരീക്ഷണാടിസ്ഥാനത്തിൽ നൽകി തുടങ്ങി 2023 മുതൽ തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും വരുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ വിക്ഷേപണം ഈ വർഷം അവസാനത്തോടു കൂടി ഉണ്ടാകും, അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം. അതിനുശേഷം രാജ്യത്ത് ഇന്റർനെറ്റ് സേവന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും. വേഗത, ഇന്റർനെറ്റിന്റെ കാര്യത്തിൽ വേഗത നിർണായക ഒരു ഘടകമാണ്. അതോടൊപ്പം ഈ രംഗത്തൊരു മത്സരാധിഷ്ഠിതമായ കാര്യങ്ങൾ വരുമ്പോൾ റിലയൻസ് ജിയോ ഒരുക്കുന്ന സേവനങ്ങൾക്ക് കിടപിടിക്കാൻ മറ്റ് സ്വകാര്യ സർവീസ് ദാതാക്കളും നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിൽ കുറെ കൂടി ഉപഭോക്താക്കൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതോടൊപ്പം നിർണായക ഘട്ടത്തിൽ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിർണായക വിവരങ്ങൾ നൽകാൻ ഈ സാറ്റലൈറ്റ് ശൃംഖല നമ്മളെ സഹായിക്കും എന്നുള്ളതും ഉറപ്പാണ്.